Good morning, student. Adutha university question ആണ്. Test the convergence of the series 1 plus 1 into 3 by 1 into 2 plus 1 into 3 into 5 by 1 into 2 into 3 plus 1 into 3 into 5 into 7 by 1 into 2 into 3 into 4 plus etc. ഇത് ഡിസംബർ 2020 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് KT ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാനായിട്ട് നമ്മളിവിടെ ജനറൽ ടൈം കണ്ടുപിടിക്കണം. UK കണ്ടുപിടിക്കണം. അപ്പോൾ UK കണ്ടുപിടിക്കാനായിട്ട് ജനറൽ ടൈം വിൽ ബി UK എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ UK is equal to ന്യൂമറേറ്ററിൽ ആദ്യത്തെ ടൈം 1 ആണ്, രണ്ടാമത്തെ ടൈം 1 into 3 ആണ്, മൂന്നാമത്തെ 1 into 3 into 5 ആണ്. ഇതൊരു 1, 3, 5, 7 എക്സെട്ര എന്നുള്ളത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. A 1 ആണ്, അതിൽ കോമൺ ഡിഫറൻസ് D എന്നുള്ള 2 ആണ്. അപ്പൊ A കാണാനുള്ള ഫോർമുല എന്താണ്? A plus n minus 1 into D എന്നാണ്. A എന്ന് പറയുന്നത് 1 plus n minus 1 into 2 എന്ന് വരും. 1 plus 2n minus 2, therefore 2n minus 1. അപ്പൊ ഇവിടെ എന്ത് ടേം എന്ന് പറയുന്നത് 2n minus 1 എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇത് എഴുതുമ്പോൾ ന്യൂമറേറ്ററിൽ എന്ത് എഴുതണം? 1, 3, 5, 7 എക്സെട്ര 2k minus 1. നമ്മൾ എന്നുള്ള കേലേക്ക് മാറ്റുമ്പോൾ 2k minus 1. ഡിനോമിനേറ്റർ നോക്കിയേ, ഇവിടെ 1 into 2, 1 into 2 into 3, 1 into 2 into 3 into 4 എക്സെട്ര ആണ്. അപ്പൊ ഡിനോമിനേറ്ററിൽ നമുക്ക് എന്ത് എഴുതാം? ഡിനോമിനേറ്ററിൽ k ഫാക്ടോറിയൽ എഴുതാം. അപ്പൊ UK എന്നുള്ള ടൈം ജനറൽ ടൈം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. UK കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? UK പ്ലസ് 100 ആണ്. ഇവിടെ ഫാക്ടോറിയൽ ഉള്ളതുകൊണ്ട് നമുക്ക് റേഷ്യോ ടെസ്റ്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ UK പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? UK പ്ലസ് 1 എന്ന് പറയുന്നത് 1, 3, 5, 7 എക്സെട്ര 2k minus 1. ഇത് k വരെയുള്ള ടേമാണ്. ഈ k വരെയുള്ള ടേമിലൂടെ k പ്ലസ് 1 കൊടുക്കണം. അതിന് 2k minus 1-ലെ kക്ക് നമ്മൾ k പ്ലസ് 1 കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ 2 into k plus 1 minus 1, 2k plus 2 minus 1, 2k plus 1. അപ്പൊ ഈ ഒരു ടേം എന്തായിരിക്കും? 2k plus 1. ഡിനോമിനേറ്ററിൽ എന്ത് വരും? k plus 1 ഫാക്ടോറിയൽ. അപ്പൊ നമുക്ക് UKയും കിട്ടി, UK plus 1 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്താണ്? ലിമിറ്റ് k tends to infinity UK plus 1 by UK. ഇതാണ് ആ ഫോർമുല. ആ ഫോർമുല ഉപയോഗിക്കുമ്പോൾ ലിമിറ്റ് k tends to infinity UK plus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1, 3, 5, 7 എക്സെട്ര 2k minus 1 into 2k plus 1 divided by k plus 1 factorial divided by UK എന്താണ്? 1, 3, 5, 7 എക്സെട്ര 2k minus 1 divided by k factorial. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് k tends to infinity 1, 3, 5, 7 എക്സെട്ര 2k minus 1 into 2k plus 1 divided by k plus 1 factorial k plus 1 into k factorial into ഈ k factorial മുകളിലോട്ട് പോകും. 1, 3, 5, 7 എക്സെട്ര 2k minus 1. ഇതിന് ഈ ഒരു ഏരിയ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഈ k factorial ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി നമുക്ക് എന്തുണ്ട്? ലിമിറ്റ് k tends to infinity ന്യൂമറേറ്ററിൽ ഉള്ളത് 2k plus 1 ഉണ്ട്. ഇവിടെ 2k minus 1 2k plus 1 ഉണ്ട്. താഴെ എന്തുണ്ട്? k plus 1 ഉണ്ട്. This is equal to limit k tends to infinity. ഇവിടുന്ന് k പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2 plus 1 by k എഴുതും. ഡിനോമിനേറ്ററിൽ k പുറത്തെടുത്താലോ 1 plus 1 by k എഴുതും. നമ്മൾ kന്റെയും കട്ട് ചെയ്ത് കളഞ്ഞു. kക്ക് നമ്മൾ എന്ത് കൊടുക്കണം? kക്ക് നമ്മുടെ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഈ ടേം 0, ഈ ടേം 0. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 2 എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. നമുക്ക് കിട്ടുന്ന വാല്യൂ 2 എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. ഈ 2 എന്നുള്ള വാല്യൂ റോ ഇസ് ഈക്വൽ ടു 2, അത് ഗ്രേറ്റർ ദാൻ 1 ആണ്. Rho is equal to greater than 1 ആണ്. Therefore നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? Given series is divergence. Given series divergence ആണെന്നുള്ള ആൻസർ. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? ആ ജനറൽ ടൈം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഇവിടെ ജനറൽ ടൈം നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചു? 1, 3, 5, 7 എക്സെട്ര എന്നുള്ള ഒരു ആക്ടിവിറ്റി പ്രോഗ്രഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് 1, 3, 5, 7 എക്സെട്ര ലാസ്റ്റ് ടൈം 2k minus 1. അങ്ങനെ താഴെ നമുക്ക് k ഫാക്ടോറിയൽ എഴുതാം. k ഫാക്ടോറിയൽ 1 എഴുതി കഴിഞ്ഞാൽ 1 ഫാക്ടോറിയൽ കിട്ടും. 2 എഴുതി കഴിഞ്ഞാൽ 2 ഫാക്ടോറിയൽ 1 into 2 കിട്ടും. 3 എഴുതി കഴിഞ്ഞാൽ 1 into 2 into 3 കിട്ടും. അപ്പോൾ k ഫാക്ടോറിയൽ. ഇതിൽ നിന്ന് k plus 1 കണ്ടുപിടിക്കുക. UK plus 1 കണ്ടുപിടിക്കാനായിട്ട് അവസാനത്തെ 2k minus 1 k സ്ഥാനത്ത് k plus 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് 1, 3, 5, 7 2k minus 1 into 2k plus 1 by k plus 1 ഫാക്ടോറിയൽ. ഇനി റോ കാൽക്കുലേറ്റ് ചെയ്യണം. റോ കാൽക്കുലേറ്റ് ഫോർമുല എന്താണ്? ലിമിറ്റ് k tends to infinity UK plus 1 by UK എന്നുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ താഴെയുള്ള k ഫാക്ടറിന് മുകളിലോട്ട് കയറും എന്നതിന് വരും. എന്നിട്ട് നമ്മൾ 1, 3, 5, 7 എക്സെട്ര 2k minus 1 കട്ട് ചെയ്ത് കളയുന്നു.
അതുപോലെ തന്നെ കെ പ്ലസ് വൺ ഫാക്ടോറിയലിനെ കെ പ്ലസ് വണ്ണിന്റെ കെ ഫാക്ടർ എഴുതുകൊണ്ട് കെ ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്ത് കളയുന്നു. അവസാനം നമുക്ക് 2k + 1/k+1 കിട്ടും. അപ്പൊ ന്യൂമറേറ്ററിൽ നിന്ന് കെ നമ്മൾ പുറത്തെടുത്ത് കഴിയുമ്പോൾ 2 + 1/k വരും. ഇവിടുന്ന് k × 1 + 1/k വരും. k ക്യാൻസൽ ചെയ്യും. kക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഈ ടേം 0 ഈ ടേം 0. അപ്പൊ നമുക്ക് 2 എന്ന് കിട്ടും. റോയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 വരും. റോയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? ഗിവൺ സീരീസ് ഈസ് ഡൈവർജന്റ്. അങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുക. ഇത് ഡിസംബർ 2020 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് KT ചോദിച്ചതാണ്. അപ്പൊ എല്ലാവർക്കും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.